ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണിൻ്റെ ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. ഭയങ്കര രാവിലെ ആകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഹീറ്റർ ഓണാക്കുകയാണ്. സാധാരണ വല്ലപ്പോഴേ ഹീറ്റർ ഇടാറുള്ളൂ, നമുക്കിങ്ങനെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഇപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം ഇട്ടു. ഇനി എൻ്റെ മോർണിംഗ് വാക്ക് തുടങ്ങാൻ പോവുകയാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഫ്രഷായ ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ആരും അല്ലി എണീക്കുന്നതിന് വേണ്ടി ഞാൻ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എണീറ്റാൽ പിന്നെ എന്നെ വിടില്ല. അങ്ങനെ വേഗം തന്നെ ഞാൻ ലിഫ്റ്റ് കയറി. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ തന്നെ ഒരു വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. വാക്കിങ്ങിന് മാത്രമല്ല സൈക്ലിംഗ് എല്ലാം കൂടി ഉള്ളൊരു ട്രാക്കാണ്. അപ്പം ഭയങ്കര രസമാണ് കേട്ടോ. ഞാനിവിടെ സിഡ്നിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എൻ്റെ ഈ രാവിലത്തെ നടത്താണ്. ഭയങ്കര രസമാണ്, നല്ലൊരു എനർജറ്റിക് ഫീൽ നമുക്ക് കിട്ടും. ഈ ഒരു വാക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അന്നത്തെ ആ ദിവസം ഫുൾ നമ്മളൊരു പോസിറ്റീവായിരിക്കും. കാരണം ഇവിടെ നടക്കുന്ന വഴിയിലൊക്കെ നല്ല പ്രകൃതിയായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് ഇവിടെ രണ്ട് പ്രകൃതിയുടെ ഭംഗിയും അതേപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഭംഗിയുണ്ടല്ലോ, രണ്ടും ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് അവിടെ മേലോട്ട് കയറിയാൽ പിന്നെ ടൗൺ ആയിട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ആ ടൗണിൻ്റെ ഒരു മിഡിൽ വരെയൊക്കെ നടക്കും. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 2 പ്രാവശ്യമൊക്കെ നടക്കും. അപ്പോൾ അതാ എൻ്റെ മോർണിംഗ് വാക്കൊക്കെ അവസാനിപ്പിച്ചു, വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ കരുതി എല്ലാവരും എണീറ്റിട്ടുണ്ടാവുമെന്ന്, പക്ഷേ അമ്പു മാത്രമേ എണീറ്റുള്ളൂ. ബാക്കി രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി കുറച്ച് അമ്പൂൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ. അതിന് മുന്നേ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇനി പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലേക്ക് കയറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ഇന്നിപ്പം ഒരു മസാല ദോശയും പിന്നെ ഒരു തക്കാളി ചട്നിയാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് കഴിയുമല്ലോ. ദോശയാകുമ്പോൾ പിന്നെ നമുക്ക് സമാധാനം, പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ്. മസാല പിന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഞാനാണ് മസാല ദോശയുടെ ഫേവറേറ്റ്. അങ്ങനെ ദോശയും കറിയൊക്കെ ആയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ചായ വെക്കുകയാണ്, പാലൊക്കെ ഒഴിച്ച് നമ്മുടെ സാധാരണ ചായ തന്നെ. ഇവിടെ ചായയുടെ ആൾക്കാർ ദീപേട്ടനും അല്ലിയാണേ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്ര നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്ക് നമുക്കൊന്ന് തോന്നുമ്പോൾ കുടിക്കുന്നല്ലാതെ. അല്ലി പിന്നെ കുടിക്കാനൊന്നും വാങ്ങല്ല കേട്ടോ. ചായ വാങ്ങി ഒരു സ്പൂൺ എക്സ്ട്രാ വാങ്ങും, പിന്നെ ഒരു ഗ്ലാസ് എക്സ്ട്രാ വാങ്ങും. അങ്ങനെയെല്ലാം കൂടി കലക്കി മറിച്ച് അവിടെയൊക്കെ നാശകോശാക്കലാണ് ആളെ പരിപാടി. കുടിക്കാനെന്നൊക്കെ പറഞ്ഞാൽ വാങ്ങുക, പക്ഷേ ഇതാണ് അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഞാൻ എന്തായാലും ചായ വാരാട്. ഓൾറെഡി സമയം കുറേ ആയി. അപ്പോൾ ദാ നമ്മൾ ചായ കുടി പരിപാടിയിലേക്ക് കടന്നു. എല്ലാവരും നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ്. ഇനി ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലീനിങ് പരിപാടി കിടക്കുകയാണ്. ഇന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ ഷോപ്പിങ്ങിന് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം വേഗം ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലും നല്ല കാറ്റുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അലക്കിയിടാന്ന്. കാരണം ഇവിടെ ആറിട്ടാൽ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 ദിവസം എടുക്കും ഇത് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേഗം ബാൽക്കണിയിൽ പോയിട്ട് ഓൾറെഡി അവിടെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം അലക്കാനിടാനായിട്ട്. അപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് പോവാണേ. ഈ ഡോർ ഞാനിപ്പോൾ ഈ ആവശ്യത്തിന് മാത്രമാണ് തുറക്കാറ്. കാരണം അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റാണ് തുറന്നു കിട്ടിയാൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇപ്പോൾ ബാൽക്കണിയിലേക്ക് കിടക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, വേഗം ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം പിന്നെ നമുക്ക് അലക്കാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അമ്പുവിനോടും അല്ലീനോടൊക്കെ റെഡിയാവാൻ പറഞ്ഞു. അമ്പു റെഡിയാക്കിക്കോളൂ കേട്ടോ, അല്ലിയെ കുറേയൊക്കെ. ഇനി ഇതാ അലക്കൽ പരിപാടി. ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് ഓണാക്കിയാൽ മതി. ഓണാക്കി വെച്ചിട്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡി ആയിട്ടോ. ഇതിനിടയ്ക്ക് അല്ലി കുറച്ചൊന്ന് ഉറങ്ങിയേ. പിന്നെ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റു. അപ്പോൾ നമ്മളിത് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തുന്നത് ഈ ഒരു പാലത്തിലേക്കാണ്. അടിപൊളി ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ച എന്ന് പറയുന്നത്. ഈ പാലത്തിലൂടെയുള്ള നടത്തം അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ ഭംഗി രാത്രിയാണ്. രാത്രി ഈ പാലം കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. ഇതാ ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, രാത്രി ഫുൾ ലൈറ്റായിട്ട് അതിനിടയിൽ കൂടി ആ ലേക്കൊക്കെ കാണുമ്പോൾ കണ്ണിന് നല്ല എന്താ പറയുക ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും രാത്രിയിലൂടെ പോകുമ്പോൾ ആ കാഴ്ച എൻജോയ് ചെയ്യാണ്ട്. രാവിലെയും നല്ലൊരു രസം തന്നെയാണ്, പക്ഷേ കൂടുതൽ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് രാത്രിയാണ്. ട്രാം സ്റ്റേഷനിലെത്തിയിട്ടോ. ഈ ട്രാം നിങ്ങൾക്ക് എൻ്റെ മിക്ക വീഡിയോയിലും കാണാൻ പറ്റും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു വീഡിയോ ഫോട്ടോ എടുക്കാൻ തോന്നും. ഇതിപ്പോൾ എന്താ അത്ര കാണാമെന്ന് വിചാരിക്കുന്നുണ്ടോ, പക്ഷേ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു വ്യൂ ഒക്കെ. ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ എപ്പോൾ കാണുമ്പോൾ നോക്കി നിൽക്കും. എനിവേ നമ്മളിതാ വേഗം പോവുകയാണ്. ട്രാം പോയതോടെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, റോഡ് ഒന്ന് ക്രോസ് ചെയ്താൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്തി. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടോ. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാനങ്ങനെ നേന്ത്രപ്പഴം കണ്ടിട്ടില്ല, ഇത് തന്നെയാണ് കാണാറ്. അപ്പോൾ മിക്കവാറും ഇത് എടുക്കാറുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എക്സ്ട്രാ വാങ്ങാനുണ്ട്. ഈ പിയർ എടുത്തു, ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ആപ്പിള്, പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അല്ലിക്കുട്ടീനെ ഞാനിതാ ട്രോളിയിൽ തന്നെ ഇരുത്തി കേട്ടോ. പ്രാമം നോക്കി ഒഴിവാക്കി ട്രോളിയിൽ തന്നെ ഇരുത്തി. എന്നാൽ പിന്നെ ഒരു സമാധാനമുണ്ട്.
ഇവർ രണ്ടുപേരും വരുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്യാനാണ് കേട്ടോ. അതാണ് ഇത്ര ആവേശത്തോടെ വരുന്നത്. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ തന്നെ എന്നോട് ഓരോന്ന് കാണിക്കുമായിരുന്നു, അതെടുക്കാം ഇതെടുക്കാം എന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാണ്ട് ഞാൻ പറയുമായിരുന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടേ വാങ്ങി തരുമെന്ന്. അപ്പോൾ ആളിതാ അതിൻ്റെ ആവേശത്തിലാണ് ആൾ ഇതിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എന്താണ് ഞങ്ങൾ പർച്ചേസിങ് തുടരുകയാണേ. അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് മീറ്റ് സെക്ഷനിലേക്ക് പോവുകയാണേ. ഇവിടെ എല്ലാതരം മീറ്റും കിട്ടും കേട്ടോ. ചിക്കനും പോർക്കും ബീഫും ഒക്കെ കിട്ടും. അപ്പോൾ ചിക്കൻ തന്നെ വിങ്സ് വേറെ, പിന്നെ ലെഗ് പീസ് വേറെ, ബ്രസ്റ്റ് പീസ് വേറെ ഒക്കെ കിട്ടും. അപ്പോൾ ഞാനേതായാലും ചിക്കൻ സെക്ഷനിലേക്ക് വേഗം പോവാണ്. അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോൻ്റെ ചിക്കൻ എടുത്തു. അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം തന്നെ എടുത്തു. ഇനി അവസാനമായിട്ട് ഇതാ മുട്ടേൻ്റെ സെക്ഷനോട് പോവുകയാണ്. ഇത് ഞാൻ തുറന്നു നോക്കും കേട്ടോ. അതാ പൊട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തുറന്നു നോക്കും. ചിലപ്പോൾ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു പാക്ക് മുട്ടയും കൂടി എടുത്തു. അപ്പോൾ ഏകദേശം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇതാ ബില്ലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യണേ. അതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചതാന്ന് പറഞ്ഞ് ബഹളം കൂട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബില്ല് ചെയ്തിട്ട് മാത്രമേ പൊട്ടിക്കൂ, ഇല്ല ആൻറ്റി ചീത്ത പറയുമെന്ന് പറഞ്ഞതോടെ അടങ്ങി നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഇനിയിപ്പം നമ്മളെ സെക്ഷനെത്തി, ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം ലഞ്ച് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ നേരത്തെ കണ്ട ബ്രിഡ്ജിലെത്തി. ഇപ്പോൾ അമ്പ് ഭയങ്കര ഉഷാറായിട്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ തിന്ന സന്തോഷത്തിൽ പറയാം, ഞാൻ തള്ളിക്കോളാം അമ്പു അല്ലീനാണ്. അപ്പോൾ ഇതാ വീട്ടിലെത്തി അല്ലിപ്പോൾ ഉറങ്ങുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വേഗം തന്നെ ഞാൻ പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നോക്കുകയാണ്. കുറേ സമയം ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ചോറൊരു ഭാഗത്ത് വെച്ചു. ഇതാ ചിക്കൻ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്, തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത ഒരു സിമ്പിൾ ചിക്കൻ കറി, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു, സാധാരണ വെക്കുന്ന പോലെ തന്നെ. അതിനിടയ്ക്ക് ഞാൻ ചിക്കനിൽ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഉള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ തക്കാളിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടി, കാണുന്ന പൊടികളൊക്കെ എല്ലാം കൂടി ഇട്ടു. അതിനിടയിൽ ഞാൻ ഇതാ ഉപ്പേരിക്ക് വേണ്ട ക്യാരറ്റും കട്ട് ചെയ്യണേ. അപ്പം ഞാൻ വേഗം തന്നെ കട്ട് ചെയ്യാണ്. എന്നാൽ പിന്നെ ഈ അടുപ്പത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ട്, കാരണം സമയം ഇപ്പോൾ കുറേ ആയി, എല്ലാവർക്കും വിശന്ന് തുടങ്ങുന്നുണ്ടാവും. അപ്പം കട്ട് ചെയ്ത് അതിനിടയ്ക്ക് ഞാൻ ചോറ് നോക്കുന്നുണ്ട് വെന്തോന്ന്. അപ്പം വെന്തിട്ടില്ല. ഇതിപ്പോൾ വെട്ടം ആവുന്ന അരിയാണ് കേട്ടോ, ചെറിയ അരിയാണ്. അപ്പോൾ വേവൊന്നും ഇല്ല. ഞാൻ അങ്ങനെ കുക്കറിൽ വെക്കാറില്ല. കുക്കർ വെക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് ഇഷ്ടം. അതിനിടയ്ക്ക് അമ്പ് എന്തോ കുളിക്കാൻ പോയിട്ട് ഡ്രസ്സ് എന്തോ എടുത്തില്ല എന്നും പറഞ്ഞ് അതിന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് അതിനൊന്ന് പോയി. അപ്പോൾ ഇനിയിപ്പോൾ തക്കാളി ഇത് ഏകദേശം വെന്തു, ചോറ് ഏകദേശം വെന്തു. അപ്പോൾ ഇതാ മസാലയൊക്കെ പിടിപ്പിച്ച് ചിക്കൻ ഇടാനുള്ള സമയമായി. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടോ. പിന്നെ ഇന്നലത്തെ ദാൽ കറി കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ എടുത്ത് വെച്ചു. ഇനി അതൊന്ന് ചൂടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇനി വേറെ കറിയൊന്നും വെക്കേണ്ട, എല്ലാം ആവശ്യത്തിലധികമായിപ്പോൾ. ഇനിയിപ്പം ഞാൻ പരിപാടി എന്ന് പറയുന്നത് ചോറ് വാർക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ ചീനച്ചട്ടി വെച്ചു കേട്ടോ, നമ്മുടെ ഉപ്പേരി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു. ഇനിയിപ്പോൾ അതിലൊരു ഉപ്പേരി ക്യാരറ്റ് ഇടണം. അപ്പോൾ തന്നെ ഞാൻ ക്യാരറ്റൊക്കെ ഇട്ടു കേട്ടോ. ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. ക്യാരറ്റ് കുറച്ച് എണ്ണ വാർന്നു, കടുക് പൊട്ടിച്ചു, പിന്നെ ഇതാ ക്യാരറ്റൊക്കെ ഇട്ടു. പിന്നെ ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വാർക്കുകയാണ്. അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഒന്നുമില്ല, ഭക്ഷണം കഴിക്കണം. ബാക്കി ഇതാ ചിക്കൻ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.